എല്ലാവർക്കും സുഖല്ലേ? ഗീത ഈ കാട്ടിന് നടുവിൽ വന്ന് നിൽക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവുമല്ലേ? അതുണ്ടല്ലോ ഇന്നുണ്ടല്ല കാട്ട് താളും തണ്ട് അരിഞ്ഞിട്ട് ഓലം വെക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം കാട്ട് ചേനത്തണ്ട് പറിക്കുമ്പോൾ എല്ലാവരും വന്ന് ഗീത ചേച്ചി അത് ചൊറിയില്ലേ ഒരിക്കൽ ചൊറിയില്ല കേട്ടോ. വേനൽക്കാലത്ത് ചൊറിയായിരിക്കും, പക്ഷേ മഴക്കാലത്തൊന്നും ചൊറിയില്ല. അതെല്ലാം കാട്ടിലുണ്ട്, അത് നല്ലതാണ്. പക്ഷെ 2-3 തരം ഉണ്ടെന്നു അറിയുന്നവർക്കേ നോക്കിയിട്ട് എടുക്കാമെങ്കിൽ കേട്ടോ. ഇന്നുണ്ടല്ല താളും തണ്ടാന്ന്, കാട്ട് താള് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുക ഇത് ചേമ്പാന്ന് കേട്ടാ. ഇത് ചേമ്പ്, ഇത് താള്. എങ്ങനെ മനസ്സിലാവില്ല അറിയാം. ചേമ്പിന്റെ മേലെ വെള്ളം ഒഴിച്ചാൽ അത് അവിടെ തന്നെ നിൽക്കും, കണ്ട അതങ്ങനെ പോവില്ല. അടുത്ത് നിൽക്കും. നമ്മളിത് താളിന് രണ്ടിൽ മനസ്സിലാവാൻ വേണ്ടി വെള്ളം ഒഴിച്ചാൽ കണ്ട കണ്ട ഇതാണ് കണ്ട നല്ല ഭംഗിയില്ലേ? അവിടെ നിൽക്കൂല കേട്ടാ. ഇതാണ് പിന്നെ ഒരടയാളെന്ന് പറയാ. എന്താ ഇത് നല്ല വെള്ള കളറായിരിക്കും കേട്ടോ. കാട്ട് താളിന്റെ 2 വെള്ള കളറായിരിക്കും. ചേമ്പിന്റെ ഉണ്ട് നല്ല കട്ടിപ്പച്ച, കണ്ടാ അങ്ങനെ ആയിരിക്കട്ടെ. ഈ വളപ്പിലില്ലാത്ത സാധനങ്ങളൊന്നും ചുരുക്കം പറഞ്ഞാലില്ല. പക്ഷെ വളപ്പ് നമ്മളെ സ്വന്തം അല്ലാന്ന് ഇല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് ഇതിൻ്റെ തണ്ട് കർക്കിടക മാസമല്ല, ഇതെല്ലാം തിന്നുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ തണ്ട് നമുക്ക് അരിഞ്ഞിട്ട് ഓലം വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓലം വെക്കുന്ന വീഡിയോ ഒന്നും ഗീതച്ചിക്ക് കാണിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴെങ്കിലും എല്ലാം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ വെച്ച് ഓലനും നല്ല സാധാരണ കടുകും ഉണക്കമുളകും പിന്നെ ധാരാളം വെളിച്ചെണ്ണയിൽ വറുത്തിട്ടതിന് വരെ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടില്ല ഒരു ഓലനാന്ന് കേട്ടോ. എന്താ പിന്നെ ഞാൻ ഇത് അരിഞ്ഞെടുക്കേ. ഈ കപ്പം വെള്ളം എന്തിനും എടുത്തിനല്ലേ, ഇത് ഇതിൻ്റെ ഡിഫറൻറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിൻ്റെ തണ്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എന്നാ ഇതാണ് ഇതിൻ്റെ തണ്ട് കേട്ടോ. നല്ല ഹെൽത്ത്. ഇതിൻ്റെ ഇല വെക്കും കേട്ടോ. പുളിയെല്ലാം ഒഴിച്ചിട്ട് ചൊറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പുളി ഒഴിക്കുന്നത്. പുളി ഒഴിച്ചിട്ട് ഇലയും വെക്കുക. ഇതിങ്ങനെ ആക്കിയിട്ട് പിന്നെ ഒരു 10 എണ്ണം എടുത്താലും നമുക്ക് ഇത്ര പൊരി ഉണ്ടല്ലോ, വേകുമ്പോഴേക്ക് ഇത്ര പൊരി ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. എന്നാൽ ഗീതേച്ചി ഓലം വെക്കാം. രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ചിലത് ഇത് വയലറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ കാട്ടുതാളിൻ്റെ തണ്ട് വയലറ്റ് ആയിട്ട് അതും നല്ലതാണ് കേട്ടോ. പക്ഷേ ഇതിലെല്ലാം ചൊറിയുന്നതുകൊണ്ട് ചൊറിയാത്തിയുണ്ട്. ഇത് ചൊറിയാത്തിയാണ്. നമുക്കിത് ഓലം വെച്ചാലോ?